ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പൊ ഇതെന്ന് പറയുന്നത് ഫഡ്ജി ടൈപ്പ് ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പി തന്നെയാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിംഷാസ് കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിൽ എല്ലാവിടെയും നല്ലപോലെ ഞാൻ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കണത്, അല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ഓയിൽ ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ സ്ക്വയർ ഷേപ്പിലുള്ള ബേക്കിംഗ് ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ, ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ സർക്കിൾ ഷേപ്പിലുള്ള സാധാരണ കേക്ക് ടിൻ ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിൽ ഞാനൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ആദ്യം തന്നെ ഇത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ സ്റ്റൗ ടോപ്പിൽ സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കില്ലേ, അങ്ങനെ ചെയ്യാട്ടോ. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഡാർക്ക് ചോക്ലേറ്റ്. ഇത് 250 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 100 ഗ്രാം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. സോൾട്ടഡ് ആണെങ്കിലും കുഴപ്പമില്ല, അൺസോൾട്ടഡ് ആണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ സോൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ സോൾട്ടഡ് ബട്ടറാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അൺസോൾട്ടഡ് ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ബട്ടറും ചോക്ലേറ്റും കൂടി ഇട്ട ഒരു പാത്രം ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കണം. പക്ഷെ വെള്ളത്തിൽ മുട്ടരുത് ഈ ഒരു മുകളിൽ വെച്ചിരിക്കണ പാത്രം. അപ്പോൾ വെള്ളം ചൂടായി കഴിയണ സമയത്ത് ഈ ബട്ടറും അതുപോലെ ചോക്ലേറ്റും നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്ന് തുടങ്ങും. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു 1.5 മിനിറ്റ്, മൈക്രോ മോഡിലാണെന്നുണ്ടെങ്കിലും നമുക്കിത് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് മൈക്രോവേവിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ പല വീഡിയോസിൽ ഇതിനു മുമ്പ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ എങ്ങനെയാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാമെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹോം മെയ്ഡ് ചോക്ലേറ്റ് തയ്യാറാക്കുന്ന വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് ആ ഒരു വീഡിയോ നോക്കിയാൽ മതി. ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള മുട്ടയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു ഇലക്ട്രിക് ബീറ്ററാണ് എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വിസ്ക് ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. വിസ്ക് ആകുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ തന്നെ ആയിരിക്കും ഇതിൻ്റെ ഒരു ടെക്സ്ചർ നന്നായിട്ട് വരിക. നമുക്ക് ബ്രൗണി എഗ്ലെസ് വെർഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും തയ്യാറാക്കുന്നത് എഗ്ഗ് ചേർത്തിട്ടുള്ള വെർഷൻ തന്നെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ആ ഒരു മുട്ടയുടെ എക്സസ് ആയിട്ടുള്ള ഒരു സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. 1 ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഒരു 1.25 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1.25 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ഉണ്ടാവും ട്ടോ. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെയൊക്കെ എനിക്ക് കിട്ടുന്ന പഞ്ചസാര എന്ന് പറയുന്നത് കുറച്ച് വലിയ തരികളോട് കൂടിയത് ആയിരിക്കും. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. ചെറിയ തരികളോട് കൂടിയതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം. പക്ഷെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര തന്നെ ചേർത്താൽ മതി. ഇനി പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ സെയിം അരിപ്പയിലേക്ക് തന്നെ നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡർ ചേർക്കാം. ഞാനിപ്പോൾ ഹെർഷീസിന്റെ കൊക്കോ പൗഡറിനെ എടുത്തിരിക്കുന്നത്, അൺസ്വീറ്റൻ കൊക്കോ പൗഡർ. ഏതെങ്കിലും നല്ല ബ്രാൻഡ് തന്നെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. ബ്രൗണി ഒന്നും തയ്യാറാക്കുന്ന സമയത്ത് മൈദയൊന്നും ഒരുപാട് അളവിൽ നമ്മൾ ചേർത്ത് കൊടുക്കില്ല. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് വരില്ല. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കണം. തരികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കളയാട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, മുഴുവനായിട്ട് ഞാൻ അരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2-3 ടേബിൾ സ്പൂണോളം അളവിൽ കാഷ്നട്ട് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വാൾനട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബദാം വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് ഏത് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. സാധാരണ ബ്രൗണിയിലൊക്കെ വാൾനട്ട് ആയിരിക്കും കൂടുതൽ കാണുക. ഇനി ഇതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഓവറായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇലക്ട്രിക് ബീറ്ററിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്ലാതെ തന്നെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് മിക്സ് ചെയ്യണ്ട. കണ്ടില്ലേ, ഇപ്പൊ ഇതുപോലെ ഒരു ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ആ ഒരു ബട്ടറും ചോക്ലേറ്റിന്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ,
അത് ഒഴിച്ചു കൊടുക്കണം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മിക്സിന് ചൂടുണ്ടാവരുത്. തണുത്തതിന് ശേഷം മാത്രമാണ് ഇത് ഒഴിച്ചു കൊടുക്കുക. അത് കാരണമാണ് നമ്മളിപ്പോ ഈ ഒരു സമയത്ത് ഇത് ഒഴിച്ചു കൊടുക്കണത്. അപ്പം തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് തന്നെ ഈ ഒരു മിക്സ്. ഇനി ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് തന്നെ വന്നോളൂ കേട്ടോ. അപ്പൊ നല്ലൊരു കളറും വരും ഇങ്ങനെ ചെയ്ത് എടുക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ, ഇത് ഓവറായിട്ടുള്ള തിക്കായിട്ടുള്ള ഒരു ബാറ്ററും അല്ല, അതുപോലെ ഓവറായിട്ട് ലൂസായിട്ടും വരരുത്. ഈ ഒരു രണ്ട് രീതിയിലായാലും ഈ ഒരു ചോക്ലേറ്റ് ബ്രൗണി നന്നായിട്ട് വരില്ല കേട്ടാ. കണ്ടില്ലേ, കറക്റ്റ് ആയിട്ട് ഞാൻ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് വേണ്ടത്. കുറച്ചൊരു തിക്കായിട്ട് തന്നെ ആയിരിക്കണം ഇരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ബേക്കിംഗ് ടിൻ ഉണ്ടല്ലോ, അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കണം. കണ്ടില്ലേ, നല്ലൊരു സിൽക്കി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു ബാറ്റർ. ഇനി ഈ ഒരു സമയത്ത് ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് ഓവൻ പ്രീഹീറ്റ് ചെയ്യണത്. അപ്പോൾ പ്രീഹീറ്റ് ചെയ്ത ഓവനിലാണ് നമ്മളിത് വെച്ച് ബേക്ക് ചെയ്തെടുക്കണത്. അപ്പോൾ ഉപ്പ് നിങ്ങൾ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോകരുത്. അതായത് ബട്ടറിൽ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ചേർക്കണ്ട, ഉപ്പ് കൂടിപ്പോവും. അപ്പൊ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ചോക്ലേറ്റ് ബ്രൗണിയിൽ ചെറിയ രീതിയിൽ ഉപ്പിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് എന്ത് മധുരമുള്ള ഐറ്റംസ് തയ്യാറാക്കുമ്പോഴും കുറച്ച് ഉപ്പ് ചേർക്കുമ്പോൾ തന്നെ ആയിരിക്കും ടേസ്റ്റി ആയിട്ട് വരിക. അപ്പൊ ഇത് മുഴുവനായിട്ട് ഞാൻ ഒരു നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് തട്ടി കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ അതൊന്നും തന്നെ ചേർക്കില്ല, അല്ലാതെ തന്നെയാണ് ഇത് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഇത് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 180 ഡിഗ്രി സെന്റിഗ്രേഡിൽ 30 മിനിറ്റ് ആണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും ഇത് കറക്റ്റ് ആയിട്ട് തന്നെ ബേക്ക് ആയിട്ട് വന്നോളും. പിന്നെ നമ്മൾ ഓരോരുത്തർ എടുക്കണ ഓവനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ടൈമിൽ. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് തന്നെ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കണ ഒരു രീതിയിലല്ല ബേക്ക് ചെയ്തെടുക്കുക. അതായത് ഓവറായിട്ട് ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോവും. ഈ ഒരു ബ്രൗണിയുടെ ടെക്സ്ചർ എന്ന് പറയുന്നത്, അതായത് നല്ല chewy ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിരിക്കണം. ഫഡ്ജി ടൈപ്പിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പൊ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു സ്ക്രൂവർ വെച്ച് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് സ്റ്റിക്കി ആയിട്ട് ഇരിക്കണം. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ. അപ്പോൾ കറക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ടോ? കേക്കൊക്കെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കണ പോലെ ക്ലിയർ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വരില്ല. ഉൾഭാഗം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇത് ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. ഞാനൊരു കട്ടിംഗ് ബോർഡിലേക്കാണ് ഇതിപ്പോ ഒന്ന് അൺമോൾഡ് ചെയ്ത് എടുക്കുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇത് നിങ്ങൾക്ക് ചൂടോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തണുത്തതിന് ശേഷം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം ട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കണം. തിരിച്ചു വെച്ച് കൊടുത്തപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയിട്ടാ. അപ്പൊ ശ്രദ്ധിച്ച് തന്നെ അൺമോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പോ കുഴപ്പമൊന്നുമില്ല, നല്ല കറക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറോട് കൂടി തന്നെ വന്നിട്ടുണ്ട്. ചോക്ലേറ്റ് ബ്രൗണി എന്ന് പറയുമ്പോൾ എപ്പോഴും മുകൾ ഭാഗം ഇതുപോലെ നല്ലൊരു എന്താ പറയാ, കുറച്ചൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ഇരിക്കുക മുകൾ ഭാഗം. കുറച്ച് ക്രാക്സ് ഒക്കെ പോലെ ഉള്ളൊരു ടെക്സ്ചർ ആയിരിക്കും. അതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, കത്തിമ കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി. അപ്പൊ കട്ട് ചെയ്തെടുക്കുക. അപ്പൊ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ കത്തിയിൽ സ്റ്റിക്ക് ആയിട്ട് വരും. കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കേക്ക്സ് ഒന്നും കട്ട് ചെയ്തെടുക്കണ ഒരു രീതിയിലായിരിക്കില്ല. അപ്പൊ നിങ്ങൾ കത്തി നല്ല ചൂടുള്ള വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പറോ ഒരു കിച്ചൺ ടിഷ്യൂ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചിട്ട് അപ്പൊ തന്നെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഓരോ പ്രാവശ്യം കട്ട് ചെയ്തെടുക്കുമ്പോഴും അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ടെക്സ്ചർ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടെംപ്റ്റിംഗ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വാലന്റൈൻസ് ഡേയുടെ സമയത്ത് നിങ്ങൾക്ക് തയ്യാറാക്കാം. അതുപോലെ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുപോലെ കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണല്ലോ. പേഴ്സണലി എനിക്കും ചോക്ലേറ്റ് വളരെ ഇഷ്ടമാണ്. അത് കാരണം എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് തന്നെയാണ് ചോക്ലേറ്റ് ബ്രൗണി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഐസ്ക്രീമിന്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമിന്റെ കൂടെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. ചോക്ലേറ്റ് ബ്രൗണി എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ തയ്യാറാക്കാൻ പറ്റും. കേക്കിന്റെ ഒരു ടെക്സ്ചറോട് കൂടിയ ചോക്ലേറ്റ് ബ്രൗണി ഉണ്ട്. അതുപോലെ ഇതുപോലെ ഫഡ്ജി ടൈപ്പ് ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി ഉണ്ട്. അപ്പൊ അതിന്റെ ടെക്സ്ചർ തീർത്തും വ്യത്യാസം തന്നെയാണ്. നമ്മൾ ഇതിലേക്ക് ചേർക്കണ ഇൻഗ്രീഡിയൻസിന്റെ റേഷ്യോനനുസരിച്ചാണ് അതിൽ വ്യത്യാസം വരിക കേട്ടോ. അപ്പൊ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്.
അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും പറയാൻ മറക്കരുത്. കണ്ടില്ലേ, ഇതിന്റെ ഉൾഭാഗത്തെ ടെക്സ്ചർ ഒരു മോയ്സ്ചർ കണ്ടന്റോട് കൂടി നമ്മളിത് കഴിക്കുന്ന സമയത്ത് നല്ല chewy ആയിട്ട് തന്നെ വരും. അപ്പൊ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിമിഷാസ് കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.